എടാ ഈ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ആകെ ഇത് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞത് തമാശക്ക് പറയുന്നതല്ല, നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടൊന്ന് നിങ്ങൾ നോക്കൂ. ഇത് മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അത് ഇതേ പറഞ്ഞു തരാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. എന്താണ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ x+3 ഹോൾ റൈസ് ടു 5. ഇത് ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ആദ്യം ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് എത്ര ടേംസ്, എത്ര സംഖ്യകൾ അല്ലെങ്കിൽ എത്ര പദങ്ങൾ, എത്ര ടേംസ് ഉണ്ടാവും എന്ന് ചോദിക്കും. എത്ര ടേംസ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടി എന്താണോ ഇവിടുത്തെ പവർ വന്നത്, ശ്രദ്ധിച്ചോളണം, എന്താണോ ഇവിടുത്തെ പവർ വന്നത് അതിനേക്കാളും 1 കൂട്ടുക. അപ്പോൾ 5 പവർ വന്നത്. അപ്പോൾ 5+1 6 ടേംസ്, 6 പദങ്ങളുണ്ടാവും, അതായത് 6 പേരുണ്ടാവും എന്ന് ആണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അടുത്ത രണ്ടാമത്തെ കാര്യം. അപ്പോൾ ആദ്യം അറിയേണ്ടത് ഇതിൻ്റെ പവർ എത്ര വരുന്നു അതിനേക്കാളും 1 കൂടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാനിത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോളണേ. എന്താണ്? x+3 ഹോൾ റൈസ് ടു 5 എനിക്ക് എക്സ്പാൻഡ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പവർ വന്നിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക, 5. ആ 5ൻ്റെ കോമ്പിനേഷനുകൾ എഴുതണം. അതായത് 5C 0യിൽ നിന്ന് തുടങ്ങണം. 5C 0, എന്നിട്ട് 5C1 എഴുതണം, അടുത്തത് 5C2 എഴുതണം, 5C3 എഴുതണം, 5C4 എഴുതണം. ഇത് രണ്ടും സെയിം ആകുമ്പോൾ നിർത്തണം. അപ്പോൾ അടുത്ത എത്ര എഴുതി ഞാൻ? 5C1 എഴുതി. അടുത്ത എത്ര എഴുതി? 5C2 എഴുതി. അടുത്ത എത്ര എഴുതി? 5C3 എഴുതി. അടുത്തത് 5C4 എഴുതി. ലാസ്റ്റ് വൺ 5C5 എഴുതി. സെയിം ആയില്ലേ? ഇനി നേരത്തെ പറഞ്ഞ പോലെ 6 ടേംസ് ഉണ്ടോ എന്ന് എണ്ണി നോക്കി. 1 2 3 4 5 6 പേരുണ്ട്. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ അകത്തെ ആദ്യത്തെ ആൾ എടുക്കുക. ആദ്യത്തെ ആൾക്ക് ഇവിടുത്തെ ഏറ്റവും കൂടിയ പവർ കൊടുക്കുക. എക്സ് ആണ്, ഏറ്റവും കൂടിയ പവർ 5. ഇനി ആ പവർ കുറച്ച് കൊണ്ടുപോയിക്കോളുക. അപ്പോൾ എന്ത് കിട്ടും? x⁴. ഇനി എത്ര വരുവാടാ? x³. അടുത്ത എത്ര വരുവാടാ? x². അടുത്ത എത്ര വരുവാടാ? x⁴. ലാസ്റ്റ് വൺ എത്ര വരും? x⁴. സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളെടുക്കാം അല്ലേ? രണ്ടാമത്തെ ആളാരാടാ? 3 അല്ലേ? 3ക്ക് ഏറ്റവും കുറഞ്ഞ പവർ കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ പവർ എന്ന് പറയുമ്പോൾ എത്ര വരുവാടാ? 3⁻0. കേട്ടല്ലോ? 3⁻0 അതാണ് കൊടുക്കേണ്ടത്. 1 അല്ല, 0. അതേ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഈ താഴത്ത് കിടക്കുന്ന നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. 5 അവിടെ നോക്കരുത്, ഫസ്റ്റ് മാത്രമേ നോക്കാവുള്ളൂ. 5 കേട്ടല്ലോ? അപ്പോൾ താഴത്ത് കിടക്കുന്ന നമ്പർ 3⁻0 ഏറ്റവും കുറഞ്ഞു കൊടുത്തു. ഇനി കൂട്ടി കൊണ്ടുപോവുക. അപ്പോൾ എത്ര വരും? 3⁻1. അടുത്ത എത്ര വരും? 3². അടുത്ത എത്ര വരും? 3³ അടുത്ത എത്ര വരും? 3⁻4. അടുത്ത എത്ര വരും? 3⁻5. സിമ്പിൾ പരിപാടി അല്ലേ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ സൈൻ കൊടുക്കണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എല്ലായിടത്തും പ്ലസ്. എന്താണ്? ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എല്ലായിടത്തും പ്ലസ്. മൈനസ് ആയിരുന്നെങ്കിലോ ഈ ആദ്യം പ്ലസ് കൊടുത്തടുത്ത് നമ്മൾ മൈനസ് കൊടുക്കും, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. എന്താണെങ്കിൽ ഇവിടെ മൈനസ് ആണെങ്കിൽ. ഇത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? പവർ എന്താണോ വന്നത് അതിൻ്റെ കോമ്പിനേഷനുകൾ എഴുതി. 5C0, 5C1, 5C2, 5C3, 5C4, 5C5. ഇനി ഫസ്റ്റ് ലെറ്റർ എന്താണെന്ന് നോക്കി, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് എന്താണെന്ന് നോക്കി, അതിന് ഏറ്റവും ഹയസ്റ്റ് പവർ, ഏറ്റവും കൂടിയ പവർ കൊടുത്തു, എന്നിട്ട് കുറച്ച് കൊണ്ടുപോയി. x⁵5 4 3 2 1 0. രണ്ടാമത്തെ ആളാരാണെന്ന് നോക്കി, അയാൾക്ക് ഏറ്റവും കുറഞ്ഞ പവർ കൊടുത്തു. 3⁻0 1 2 3 4 5. ഇനി ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇത് കണ്ടുപിടിക്കാൻ അറിയാമല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കാൽക്കുലേറ്റർ അടിച്ച ആൻസറായി. നോക്കിക്കോ, 5C0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 1 കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 5C0 1 ഇൻറ്റു x⁵5 നമുക്കറിയില്ല, x⁵5 തന്നെ ഇൻറ്റു 3⁻0 എത്രയാണ്? 1. ഏതിൻ്റെ പവർ 0 എടുത്താലും ആൻസർ 1 ആണ്. പ്ലസ് 5C1 എത്രയാണ്? 5 ഇൻറ്റു x⁴ അതുപോലെ തന്നെ ഇൻറ്റു 3⁻1 എത്രയാണ്? 3. കാൽക്കുലേറ്ററിൽ അടിച്ചു. നിങ്ങളുടെ കയ്യിൽ മറ്റേ യന്ത്രം ഉണ്ടല്ലോ, പിന്നെ എന്താ ടെൻഷൻ? നോക്ക്. അടുത്ത എന്താണ്? 5C2. അതും കാൽക്കുലേറ്ററിൽ അടിച്ചു. നിങ്ങൾക്ക് ആൻസർ എത്ര വരും? 10 വരും. കേട്ടല്ലോ? ഇൻറ്റു x³ ഞാൻ അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു 3² എത്രയാടാ? 9. പ്ലസ് അടുത്ത 5C3 കാൽക്കുലേറ്ററിൽ അടിച്ചോ 10 ആൻസർ വരും. ഇൻറ്റു x² ഞാൻ അതുപോലെ എഴുതി. ഇനി എത്രയാണ്? 3³ എത്രയാടാ? 27. ഓക്കെ അല്ലേ? പ്ലസ് 5C4ൻ്റെ ആൻസർ 5 ആണ്. 5 ഇൻറ്റു
x⁻1 എത്രയാടാ എക്സ്, 3⁴ എത്രയാടാ 81. കേട്ടല്ലോ. ലാസ്റ്റ് വൺ പ്ലസ് ഞാൻ ഇവിടെ എഴുതുന്നത് 5c5 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു x⁻0 ഏതിൻ്റെ പവർ 0 എടുത്താലും ആൻസർ 1 ഇൻറ്റു 3⁵ എന്ന് പറയുമ്പോൾ 81നെ വീണ്ടും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 3 243 എന്ന് ആൻസർ വരും. ഓക്കെ അല്ലേ? ഇനി ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്തു നോക്ക്. x⁻5 ഇൻറ്റു 1 ഇൻറ്റു 1 അപ്പോൾ x⁻5 പ്ലസ് 5 ഇൻറ്റു 3 എത്രയാടാ 15, പിന്നെ ഒരു x⁻4, പിന്നെ 10 ഇൻറ്റു 9 ഉണ്ട്. അപ്പോൾ എത്രയാടാ പ്ലസ് 19x³ പ്ലസ് ലാസ്റ്റ് അല്ല 27 ഇൻറ്റു 10 എത്ര വരും? 270, പിന്നെ ഒരു x². അടുത്തത് 81 ഇൻറ്റു 5 അതെത്ര വരും? 405 ഇതല്ലേ വരുന്നത്? 405 എക്സ് പ്ലസ് 243 ഇൻറ്റു 1 ഇൻറ്റു 1 അപ്പോൾ 243. ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഏത് ചോദ്യമാണെങ്കിലും ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ശ്രദ്ധിച്ചേ, പവർ എന്താണോ വരുന്നത് അതിൻ്റെ കോമ്പിനേഷനുകൾ എഴുതുക, സെയിം ആകുന്നവരെ എഴുതുക. 5c0 1 2 3 4 5c5 വരെ എഴുതുക. ഫസ്റ്റ് എലമെന്റ് നോക്കുക, ഹയസ്റ്റ് പവർ കൊടുക്കുക, കുറച്ച് കൊണ്ടുപോവുക 0 വരെ. സെക്കൻഡ് എലമെന്റ് നോക്കുക, പവർ കൊടുക്കുക, ഏറ്റവും കുറഞ്ഞത് കൂട്ടി 5 വരെയും കൊണ്ടുപോവുക. ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ നോക്ക്, ഇതിൻ്റെ പവർ 5 അല്ലേ? അപ്പോൾ നിങ്ങൾ ഏത് ടേം എടുത്താലും അതിൻ്റെ പവറുകൾ കൂട്ടിയാൽ 5 വരാവുള്ളൂ. നോക്ക്, ഒന്ന് സംശയം തീർത്തേക്ക്. നോക്ക്, ഇവിടെ 5ഉം 0 പവറുകൾ മാത്രം കേട്ടോ. എക്സിൻ്റെ പവർ 5, 3ൻ്റെ പവർ 0, 5ഉം 0 കൂടി കൂട്ടുമ്പോൾ 5, 4 1 കൂടി കൂട്ടുമ്പോൾ 5, 3 2 കൂടി കൂട്ടുമ്പോൾ 5, 2 3 5, 1 4 5, 0 5 5 കേട്ടല്ലോ. അപ്പോൾ എഴുതുമ്പോൾ എന്തോ തെറ്റിയോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ പവർ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്താൽ ആൻസർ. ഈ ചാപ്റ്ററിലെ ഏത് ചോദ്യം ഈ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. വേറെ ഒരു മെത്തേഡും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ പഠിക്കാൻ. ഞാൻ വെറുതെ പറയുന്നതല്ല. പഠിച്ച് പരിചയമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും.